മറ്റു വാർത്തകളിലേക്ക്. മഞ്ചേശ്വരം എം.എൽ.എ. MC കമറുദ്ദീനെതിരായ സാമ്പത്തിക തട്ടിപ്പ് കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. ചന്ദേര പോലീസ് രജിസ്റ്റർ ചെയ്തത് ഉൾപ്പെടെ 12 കേസുകളാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സതീഷിനാണ് അന്വേഷണ ചുമതല. വിവരങ്ങൾ KV ബൈജു നൽകും. ബൈജു, MLA-ക്കെതിരായ 12 കേസുകൾ ആണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? അശ്വതി, മഞ്ചേശ്വരം MLA-യും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് നേതാവുമായ കമറുദ്ദീനെതിരായ സാമ്പത്തിക തട്ടിപ്പ് കേസാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത്. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സതീഷിനാണ് അന്വേഷണ ചുമതല. നിലവിൽ 12 കേസുകളാണ് ചന്ദേര പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കേസുകളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത്. ഇത് കൂടാതെ കൂടുതൽ പേർ ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏകദേശം 100 കോടിയിലധികം രൂപയുടെ നിക്ഷേപ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. ഇതിനിടയിൽ തന്നെ ഇന്ന് വണ്ടി ചെക്ക് നൽകിയെന്ന കേസിൽ ഇപ്പോൾ മഞ്ചേശ്വരം MLA-ക്കെതിരെ ഓസ്തുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി സമൻസ് അയച്ചു. കള്ളാർ സ്വദേശികളെ സഹോദരന്മാരുടെ പരാതിയിന്മേലാണ് ഇത്തരത്തിൽ നടപടി. എന്തായാലും കമറുദ്ദീനെതിരെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അശ്വതി, ബൈജു, ഈ ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള തട്ടിപ്പ് കേസുകൾ കൂടുതലായി വരിക, പരാതികൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, അത് ഏത് രീതിയിലാണ് പ്രതിപക്ഷം മുതലെടുക്കുന്നത്? അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതികരണം എങ്ങനെയാണ്? പ്രതിഷേധവും മറ്റു പരിപാടികളും ഒക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ടോ? തീർച്ചയായും ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടികൾ ഇതിനോടകം തന്നെ ഇടതുമുന്നണിയും അതുപോലെ തന്നെ BJP-യും ഇത്തരത്തിൽ രംഗത്ത് വന്നിരിക്കുന്നു. നമുക്കറിയാം, മഞ്ചേശ്വരം മണ്ഡലം വലിയ തോതിൽ ത്രികോണ മത്സരം നടന്ന ഒരു മണ്ഡലമാണ്. ഇവിടെ ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് കമറുദ്ദീൻ MLA ആയത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു ആരോപണം, രാഷ്ട്രീയ ആരോപണം MLA നേരിടേണ്ടി വരും. ഈ രീതിയിൽ പ്രക്ഷോഭങ്ങൾ മറ്റും ഇപ്പോൾ എന്തായാലും ഉണ്ട്. ഇപ്പൊ കേസ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായാണ് കൂടുതൽ പേർ ഇത്തരത്തിൽ പരാതികളുമായി രംഗത്ത് വന്നത്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ വലിയ വെല്ലുവിളി തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രീയ പാർട്ടി നേതൃത്വം ഇത്തരത്തിൽ മുന്നോട്ട് വരുന്നത്. ഈ MLA-യെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയാവും. എന്തായാലും കടുത്ത പ്രതിഷേധത്തിന് ഒരുങ്ങിയാണ് ഇടതുമുന്നണി അതുപോലെ തന്നെ BJP-യും മണ്ഡലത്തിൽ. ശരി ബൈജു, ഇപ്പോൾ തുടരണം. കമറുദ്ദീൻ ചെയർമാനായുള്ള ഫാഷൻ ജ്വല്ലറിക്ക് വേണ്ടി കള്ളാർ സ്വദേശികളായ P. സുബീർ, C. അഷ്റഫ് തുടങ്ങിയവരിൽ നിന്നും കൈപ്പറ്റിയ നിക്ഷേപത്തിന് പകരമായി നൽകിയ ചെക്കുകൾ സംബന്ധിച്ചാണ് പരാതി. ജനുവരി മാസത്തിൽ നൽകിയ 2 ചെക്കുകളും മടങ്ങിയതോടെയാണ് ഇരുവരും കോടതിയെ സമീപിച്ചത്. ടോട്ടൽ 5 ചെക്കാണ് ഞങ്ങൾക്ക് തന്നത്. പക്ഷേ ഈ 5 ചെക്കും ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടാകുമ്പം അതിനകത്ത് ബാങ്കിൽ അക്കൗണ്ടിൽ പൈസ ഇല്ലാതെ റിട്ടേൺ ആവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കാഞ്ഞങ്ങാട് കോടതിയിൽ കേസ് കൊടുക്കുകയാണ് ഉണ്ടായത്. ബൈജു തുടരുന്നുണ്ട്. ബൈജു, ഈ ഫാഷൻ ജ്വല്ലറിക്ക് വേണ്ടി കള്ളാർ സ്വദേശികളായ ഈ 2 പേരിൽ നിന്നും കൈപ്പറ്റിയ നിക്ഷേപത്തിന് പകരമായി നൽകിയ ചെക്കുകൾ സംബന്ധിച്ച പരാതിയും ഇപ്പോൾ പുറത്തു വരുന്നു. അതിന്റെ വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും അശ്വതി, നിക്ഷേപമായി സ്വീകരിച്ച പണം തിരിച്ചു നൽകാത്ത സംഭവത്തിൽ വഞ്ചന കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ MC കമറുദ്ദീന് കോടതി സമൻസ് അയച്ചിരിക്കുന്നത്. കമറുദ്ദീൻ ഇത്തരത്തിലുള്ള ചെയർമാനായുള്ള ഫാഷൻ ജ്വല്ലറിക്ക് വേണ്ടി കള്ളാർ സ്വദേശികളായ P. സുബീർ അതുപോലെ തന്നെ C. അഷ്റഫ് തുടങ്ങിയവരിൽ നിന്നും കൈപ്പറ്റിയ നിക്ഷേപത്തിന് പകരമായി നൽകിയ ചെക്കുകൾ സംബന്ധിച്ചാണ് ഈ പരാതി വന്നിരിക്കുന്നത്. ഇതിൽ ഓസ്തുർഗ് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത് MC കമറുദ്ദീനെതിരെ. എന്തായാലും 12 കേസുകൾ ചന്ദേര പോലീസ് രജിസ്റ്റർ ചെയ്തതിന് പുറമെയാണ് ഇപ്പോൾ 2 പരാതിയിന്മേൽ ഓസ്തുർഗ് കോടതി കൂടി ഇത്തരത്തിൽ സമൻസ് അയച്ചിരിക്കുന്നത്. 78 ലക്ഷം രൂപയാണ് ഇവർക്ക് MLA നൽകാനുള്ളത്. അശ്വതി, ബൈജു, ഒപ്പം ഈ കമറുദ്ദീന്റെ MLA-യുടെ പ്രതികരണം ഇതുവരെയുള്ളത് നമ്മൾ ലഭ്യമായിക്കൊണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത് എന്താണ്? അശ്വതി, ഇത് രാഷ്ട്രീയമായി തന്നെ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നായിരുന്നു നേരത്തെ വാർത്താ സമ്മേളനത്തിൽ MLA വ്യക്തമാക്കിയിരുന്നത്. ഇവർക്ക് പണം തിരിച്ചു നൽകാനുണ്ടെന്ന് സമ്മതിക്കുന്നുണ്ട്. അത് പണം തിരിച്ചു നൽകുമെന്നായിരുന്നു വാർത്താ സമ്മേളനത്തിൽ MLA വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇന്നലെ മുതൽ MLA-യുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയ ഒരു അവസ്ഥയിലാണുള്ളത്. എന്തായാലും ഇത്തരത്തിൽ വാർത്താ സമ്മേളനം വിളിച്ച് നിക്ഷേപർക്ക് ഉള്ള പണം തിരിച്ചു നൽകുമെന്ന് MLA വ്യക്തമാക്കിയിരുന്നു. തന്നെ രാഷ്ട്രീയമായി ഇത്തരത്തിൽ നേരിടാനാണ് ഈ പരാതികൾ രംഗത്ത് വരുന്നതെന്നായിരുന്നു ആരോപിച്ചിരുന്നത്. എന്തായാലും MLA-യുടെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. അശ്വതി, ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും വളരെ വേഗത്തിൽ ആരംഭിക്കും, അല്ലെങ്കിൽ തുടങ്ങാനാണ് സാധ്യത, അല്ലേ ബൈജു? തീർച്ചയായും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സതീഷുമായി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം ഈ കേസ് കൈമാറി എന്നാണ് അറിയിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ 7 കേസാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. ഇന്ന് 5 പരാതി കൂടി വന്നതോടുകൂടി 12 കേസ് ഇപ്പോൾ ബൈജുലേക്ക് മടങ്ങിയെത്താം. ബൈജു തുടരണം. ഇപ്പോൾ CPM നേതാവ് KP സതീഷ് ചന്ദ്രൻ ചേരുന്നു. ശ്രീ സതീഷ് ചന്ദ്രൻ, ഈ കമറുദ്ദീനെതിരായ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. 12 കേസുകളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത്. താങ്കളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ദൗർഭാഗ്യവശാൽ മഞ്ചേശ്വരം MLA ശ്രീ കമറുദ്ദീന്റെ
നേതൃത്വത്തിൽ, അദ്ദേഹം ചെയർമാനായ കമ്പനിയുടെ നേതൃത്വത്തിൽ വളരെ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ഈ ആരോപണം നേരത്തെ തന്നെ ഉണ്ടായതാണ്. ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി കർശന നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാവണം. നിരവധി കുടുംബങ്ങളുടെ, പാവപ്പെട്ട കുടുംബങ്ങളിൽ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപയാണ് കൈപ്പറ്റിയിരിക്കുന്നത്. ഇന്ന് ആ പത്രത്തിൽ ലക്ഷക്കണക്കിന് രൂപ വട്ടിച്ചൊക്കെ കൊടുത്തതിനെ കുറിച്ചുള്ള പരാതിയും വന്നിട്ടുണ്ട്. ഇവയെല്ലാം അന്വേഷിച്ച് കമറുദ്ദീൻ ഉൾപ്പെടെയുള്ള കമ്പനിയുടെ ഡയറക്ടർമാരെയും മറ്റു ഉത്തരവാദിത്തപ്പെട്ടവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കഴിയണം എന്ന അഭിപ്രായമാണ് കാസർഗോഡ് ജില്ലയിലെ പൊതു ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കുള്ളത്. ശ്രീ സതീഷ് ചന്ദ്രൻ, അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ കേസുകൾ എന്നാണ്. രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അദ്ദേഹം ഒരു കമ്പനി തുടങ്ങി, ആ കമ്പനിയിൽ പണം നിക്ഷേപിച്ചവരാണ് ഇപ്പോൾ പരാതിയായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അതെ, അത് രാഷ്ട്രീയമായി യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല, മുസ്ലിം ലീഗിലെ തന്നെ പ്രവർത്തകർ, UDF അനുഭാവികളായവരടക്കം പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് രാഷ്ട്രീയമായ ആരോപണമേ അല്ല, തീർച്ചയായും ഇതൊരു തട്ടിപ്പ് കേസാണ്. ആ തട്ടിപ്പ് കേസിനെ രാഷ്ട്രീയമായി ചിത്രീകരിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഇത് രാഷ്ട്രീയമായി യാതൊരു ബന്ധം, രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമല്ല. മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ നിരവധി MLA-മാരും മന്ത്രിമാർക്കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആരോപണം രാഷ്ട്രീയമായി തകർക്കുമെതിരായി ഞങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആരോപണം ഒരു മുസ്ലിം ലീഗ് നേതാവിനെതിരായിട്ടും ജനപ്രതിനിധിക്കെതിരായിട്ടും കാസർഗോഡ് ജില്ലയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് അങ്ങേയറ്റം അപമാനകരമായ സംഭവമാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം തന്നെ ഈ കാര്യത്തിൽ ഇടപെടേണ്ടതാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരു ജനപ്രതിനിധി ജനങ്ങൾക്ക് മാതൃകയായിരിക്കേണ്ട ആളാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് കേസിൽ കേസ് അദ്ദേഹത്തിനെതിരെ വരുന്നത്. നിരവധി കേസുകൾ, 12 കേസുകളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത്. ഒപ്പം ഈ ചെക്ക് കേസ് അടക്കം ഉള്ള പരാതികളുമായി ആളുകൾ എത്തുന്നുമുണ്ട്, കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. എന്താണ് CPM-ന്റെ ഒരു നിലപാട്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, MLA എന്ന പദവി അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്നു. ഈ ഉന്നത പദവികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ്, കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അതാണ് ഏറ്റവും ഗൗരവമായ പ്രശ്നം. ആ കാര്യം വളരെ കൃത്യമായ അന്വേഷണത്തിന് വിധേയമാക്കണം. കുറ്റക്കാരെ എല്ലാ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണം. വഞ്ചിക്കപ്പെട്ടവർക്കിടെ നിക്ഷേപത്തുക തിരിച്ചു കൊടുക്കാൻ ആവശ്യമായ നടപടിയും ഉണ്ടാവണം എന്നാണ് CPM-ന്റെ അഭിപ്രായം. ശരി, വളരെയധികം നന്ദി. ശ്രീ KP സതീഷ് ചന്ദ്രനാണ് ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചത്. KV ബൈജുവിലേക്ക് ഒരിക്കൽ കൂടി. ബൈജു, ഇപ്പോൾ ശ്രീ സതീഷ് ചന്ദ്രൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള തട്ടിപ്പാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വരുമ്പോൾ മൊഴിയെടുപ്പ് അടക്കമുള്ള, ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനാണ് സാധ്യത, അല്ലെ? തീർച്ചയായും അശ്വതി, ഇത് കടുത്ത പ്രതിരോധത്തിലേക്കാണ് MC കമറുദ്ദീൻ പോകുന്നതെന്ന് ഇത് വ്യക്തമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇത്തരത്തിൽ നിക്ഷേപകരെ കബളിപ്പിച്ചു എന്ന പരാതിയുമായി രംഗത്ത് വന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരായിരുന്നില്ല. എന്നാൽ ഇന്ന് കള്ളാറിലെ ഇത്തരത്തിൽ കോടതിയിൽ നിന്ന് സെബൻസ് വന്ന പരാതി അടിസ്ഥാനമായി കള്ളാറിലെ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് ഇത്തരത്തിൽ ഈ പരാതിയുമായി രംഗത്ത് വന്നവരിൽ ഇപ്പോൾ ഉള്ളത്. ഇവർ രാഷ്ട്രീയ മുസ്ലിം ലീഗ് നേതൃത്വമായി സംസാരിച്ചെങ്കിലും ഇടപെടാൻ തയ്യാറായിട്ടില്ലെന്നാണ് ഇവർ പരാതി പറഞ്ഞിരുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് മാറി ഈ രീതിയിൽ വ്യക്തിപരമായി ഈ MLA ബാധിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും മുസ്ലിം ലീഗ് നേതൃത്വം ഇതിനോട് പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രേരിതം എന്ന ആരോപണവുമായി MLA രംഗത്ത് വന്നിരുന്നത്. ഇത് താൻ തന്നെ നേരിടും, തിരിച്ചു നൽകാനുള്ള പണം തിരിച്ചു നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഏതായാലും 150ഓളം പേരിൽ നിന്നാണ് ഇത്തരത്തിൽ പണം വാങ്ങിയിരുന്നത്. ഇതിൽ 100 കോടിയിലധികം വരുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP പറഞ്ഞത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ ഈ MLA-ക്കെതിരെ വരാൻ സാധ്യതയുണ്ട്. കൂടുതൽ പേർ പരാതിയുമായി എത്തും. അതെ, മഞ്ചേശ്വരം MLA MC കമറുദ്ദീനെതിരായ സാമ്പത്തിക തട്ടിപ്പ് കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നു. 12 കേസുകളാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്.